ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന പഠനത്തിൽ ഈ ക്ലാസ്സിൽ ബൈബിളിലെ 26-ാമത്തെ പുസ്തകമായ യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകമാണ് നാം പരിശോധിക്കുന്നത്. ദ ബുക്ക് ഓഫ് പ്രോഫറ്റ് എസക്കിയേൽ. BC 586 യെരുശലേമിൻ്റെ പതനത്തിന് മുമ്പും അതിനുശേഷവും പ്രവാസത്തിൽ ബാബിലോണിൽ ജീവിച്ചിരുന്ന പ്രവാചകനാണ് യെഹെസ്കേൽ. ബാബിലോണിൽ പ്രവാസികളായിരുന്നവരോടും യെരുശലേമിലുണ്ടായിരുന്നവരോടും യെഹെസ്കേൽ ദൈവം നൽകിയ സന്ദേശം അറിയിച്ചു. ഹൃദയത്തിലും ആത്മാവിലും ഉണ്ടായിരിക്കേണ്ട ആന്തരിക പുതുക്കം, ഓരോ വ്യക്തിക്കും അവരവരുടെ പാപത്തിന്മേൽ അവരവർക്കുള്ള ഉത്തരവാദിത്വം എന്നീ കാര്യങ്ങൾക്ക് യെഹെസ്കേൽ ഊന്നൽ നൽകിയിരിക്കുന്നു. യെഹെസ്കേലിന് മുമ്പ് ദാനിയേലിനെ തടവുകാരനാക്കി ബാബിലോണിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. BC 606. യെഹെസ്കേൽ പ്രവാസികളായ യഹൂദന്മാരോടാണ് പ്രധാനമായി പ്രവചിച്ചതെങ്കിൽ ദാനിയേൽ ബാബേൽ രാജാവിൻ്റെ സദസ്സിലെ ദൈവത്തിൻ്റെ സ്ഥാനാപതി അല്ലെങ്കിൽ അംബാസഡർ ആയിരുന്നതുകൊണ്ട് ആ ബാബേൽ രാജ്യത്തിലുള്ള ആളുകളോടാണ് കൂടുതലും പ്രവചിച്ചിട്ടുള്ളത്. യെഹെസ്കേൽ യിരെമ്യാവിൻ്റെയും ദാനിയേലിൻ്റെയും സമകാലികനായിരുന്നു. നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ യിരെമ്യാവ് ഈ കാലഘട്ടത്തിൽ പ്രായം ചെന്നവനും മിസ്രൈമിലേക്ക് അല്ലെങ്കിൽ ഈജിപ്തിലേക്ക് തടവുകാരനായി പോവുകയും ചെയ്തതായിരുന്നതുകൊണ്ട് ഇവർ തമ്മിലൊക്കെ കണ്ടിരിക്കാനുള്ള സാധ്യത കുറവാണ്. ദാനിയേലിനെ ബാബേൽ രാജാവ് തടവിലാക്കി. എന്നാൽ അദ്ദേഹം ക്രമേണ അവിടുത്തെ ഭരണാധികാരിയായി മാറിയ കാര്യം ഓർക്കുക. ഈ ഒരു കമ്പാരിസൺ പറഞ്ഞത് ഈ പ്രവാസ കാലത്ത് പ്രവചിച്ച ആളുകളാണ് യെഹെസ്കേലും ദാനിയേലും എന്നുള്ളതുകൊണ്ടാണ്. നമുക്ക് പ്രവാസത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ യെരുശലേമിലുണ്ടായിരുന്ന ആളുകളുടെ ദുഃഖം 137-ാം സങ്കീർത്തനത്തിൽ വായിക്കാൻ കഴിയുന്നുണ്ട്. 137-ാം സങ്കീർത്തനം എന്നെടുത്താൽ അതിൻ്റെ ആദ്യത്തെ വാക്യങ്ങളിൽ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വാക്യങ്ങളൊന്ന് വായിക്കാം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. ഇതൊരു പൊതു സംഭവമാണ്. എന്നാൽ യെഹെസ്കേൽ പ്രവാചകൻ ഈ പ്രത്യേക സന്ദർഭത്തിൽ എന്താ ചെയ്തതെന്നുള്ളത് യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലേക്ക് വന്നാൽ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ എന്നാണ് കാണുന്നത്. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. അപ്പോൾ കുറേ ആളുകൾ കരയുകയും അവരുടെ കിന്നരങ്ങളെ തൂക്കിയിടുകയും അവരുടെ ഗതി ഓർത്ത് വിലപിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഇതാ കേബാർ നദീതീരത്ത് സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങളെ കാണുന്ന ഒരു യെഹെസ്കേലിനെ നമുക്ക് കാണാം. അദ്ദേഹം ദർശനം കണ്ടു എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. ആ ദർശനം ആണ് അദ്ദേഹത്തെ പ്രവാചകനാക്കി മാറ്റുന്നതും താൻ ദൗത്യം ഏറ്റെടുക്കുന്നതും. യിരെമ്യാവും യെഹെസ്കേലും ദാനിയേലും ഒക്കെ സമകാലികന്മാരാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ. എങ്കിലും അവർ തമ്മിൽ കണ്ടിട്ടില്ല ഒരിക്കലും. ദേ നെവർ കെയിം ഇൻ ടു കോണ്ടാക്ട്. ദാനിയേലും യെഹെസ്കേലും ചെറുപ്പത്തിൽ യിരെമ്യാവിൻ്റെ പ്രവചനം കേട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു എന്ന് നാം വായിക്കുന്നത്. അപ്പോൾ യിരെമ്യാവിനെ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളൊരു പരിചയം ഡാനിയേലിനുണ്ടായിരുന്നു. ഒരുപക്ഷെ യെഹെസ്കേലിനും ഉണ്ടായിരുന്നു. Daniel 9:2 വായിക്കുമ്പോൾ അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്ന് ഗ്രഹിച്ചു. അപ്പോൾ യിരെമ്യാ പ്രവാചകൻ ഈ കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഓർക്കേണ്ടത്. ഞാൻ ഈ പേര് പറഞ്ഞ 3 പേരും യിരെമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ ഏതാണ്ട് സമകാലികരാണെങ്കിലും 3 പേർക്കും വ്യത്യസ്തവും തനിമകളുള്ളതും പ്രത്യേകത ഉള്ളതുമായ ശുശ്രൂഷകളാണ് ഉണ്ടായിരുന്നത്. അതിൽ യെഹെസ്കേൽ വളരെ പ്രത്യേകതയുള്ള ഒരാളാണ്. ഒരുപക്ഷെ മോസ്റ്റ് സ്പിരിച്വൽ എന്ന് വേണമെങ്കിൽ പറയാം, തികഞ്ഞ ആത്മീയൻ. അപ്പം ഉടനെ യിരെമ്യാവ് ആത്മീയനല്ലായിരുന്നോ, ദാനിയേൽ ആത്മീയനല്ലായിരുന്നോ എന്ന നെഗറ്റീവ് ചിന്ത കൊണ്ടുവരരുത്. ഈ മോസ്റ്റ് സ്പിരിച്വൽ അല്ലെങ്കിൽ തികഞ്ഞ ആത്മീയൻ എന്ന് പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണെന്ന് ചോദിച്ചാൽ, യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അദ്ദേഹം ദർശിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ വ്യക്തിത്വം, സാത്താൻ്റെ പതനം, ഭാവിയിൽ
ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ പണിയാൻ പോകുന്ന ആലയം, ഈ കാര്യങ്ങളൊക്കെ ഇത് വേറെ ആർക്കും ഈ ദർശനം കിട്ടിയിട്ടില്ല. ഞാൻ പറഞ്ഞത് കേട്ടോ. അതായത് ദൈവത്തിൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ ഏറ്റവും കൂടുതൽ, ദൈവ തേജസ്സിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ദർശിച്ചത് യെഹെസ്കേലാണ്. അതുപോലെ തന്നെ സാത്താൻ്റെ പതനം, സാത്താൻ ആരായിരുന്നെന്നും എന്തുകൊണ്ടാണ് അവനെ വെട്ടി താഴെ ഇടേണ്ടി വന്നതെന്നും അദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടിയത്. അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് ആ കാര്യം മനസ്സിലാകുകയില്ലായിരുന്നു. അതുപോലെ തന്നെ ഭാവിയിൽ വരാൻ പോകുന്ന പുതിയ യെരുശലേം, അതിലെ ആലയം, അതിനകത്ത് ഉള്ള ജീവജല നദി മുതലായ കാര്യങ്ങളും അദ്ദേഹത്തിന് വെളിപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 3 പ്രവാചകന്മാരെ സാധാരണ വേദപുസ്തക പണ്ഡിതന്മാർ താരതമ്യം ചെയ്യാറുണ്ട്. യെഹെസ്കേൽ, യെശയ്യാവ്, യിരെമ്യാവ്. ത്രിയേക ദൈവത്തോടാണ്, അല്ലെങ്കിൽ ത്രിയേക ദൈവത്തിൽ ഓരോ വ്യക്തിത്വത്തിൻ്റെ വക്താക്കളായിട്ടാണ് അവരെ കാണുന്നത്. യെഹെസ്കേൽ പരിശുദ്ധാത്മാവിൻ്റെ വക്താവായിട്ടാണ്, യെശയ്യാവ് ദൈവപുത്രൻ്റെ വക്താവായിട്ടാണ്, യിരെമ്യാവ് പിതാവായ ദൈവത്തിൻ്റെ വക്താവായിട്ടാണ് കാണുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എസെക്കിയേൽ ഈസ് ദ പ്രോഫറ്റ് ഓഫ് ദ സ്പിരിറ്റ്, ഐസായ പ്രോഫറ്റ് ഓഫ് ദ സൺ ഓഫ് ഗോഡ്, ആൻഡ് ജെർമായ പ്രോഫറ്റ് ഓഫ് ഗോഡ് ദ ഫാദർ. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ കൂടുതൽ പ്രവചിച്ചേക്കുന്ന ആ കാര്യത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മാവിലാണ് കൂടുതൽ കാര്യങ്ങൾ യെഹെസ്കേൽ ഗ്രഹിച്ചിരിക്കുന്നതെങ്കിൽ ദൈവപുത്രനെക്കുറിച്ചുള്ള ദർശനങ്ങളാണ് യെശയ്യാവിന് കൂടുതൽ കിട്ടിയത്. മനസ്സിലായല്ലോ. യിരെമ്യാവിന് പിതാവായ ദൈവത്തെക്കുറിച്ചും. ഞാൻ യെഹെസ്കേലിനെ കുറിച്ച് പറഞ്ഞ കാര്യം സാധൂകരിക്കുന്നതിനായിട്ട് നിങ്ങൾ ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ ദർ ആർ മോർ ദാൻ 25 റെഫറൻസസ്, 25-ലധികം പരിശുദ്ധാത്മാവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ യെഹെസ്കേലിൻ്റെ പുസ്തകത്തിലുണ്ട്. നമുക്ക് 1-2 ഒന്ന് നോക്കാം. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം, ആത്മാവ് എന്നിൽ വന്നു എന്ന് 2:2 നാം വായിക്കുന്നുണ്ട്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്നു. കണ്ടോ, ആത്മാവ് എന്നിൽ വന്നു. 3-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു. ഇനി താഴോട്ട് 14-ാം വാക്യത്തിൽ വായിക്കുകയാണെങ്കിൽ എടുത്തു എന്ന് മാത്രമല്ല, ആത്മാവ് എന്നെ എടുത്തുകൊണ്ട് പോയി എന്ന് വായിക്കുന്നു. ആത്മാവ് എന്നെ എടുത്തുകൊണ്ടുപോയി. ഇനി കുറച്ചുകൂടെ താഴോട്ട് വന്ന് 3:24 വായിക്കുകയാണെങ്കിൽ അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. അപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും തനിക്ക് പ്രാപ്തി നൽകിയതിനെക്കുറിച്ചുമൊക്കെ ഒരുപാട് പ്രാവശ്യം അദ്ദേഹം പ്രവചിച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രോഫറ്റ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. യെഹെസ്കേൽ എന്ന വാക്കിൻ്റെ, ആ പേരിൻ്റെ അർത്ഥം ഗോഡ് സ്ട്രെങ്തൻസ്, ദൈവം ശക്തീകരിക്കുന്നു എന്നാണ്. നമ്മളെ എങ്ങനെയാണ് ദൈവം ശക്തീകരിക്കുന്നത്? ദൈവം ശക്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ്. അപ്പോൾ ഈ കാരണങ്ങളാലൊക്കെയാണ് യെഹെസ്കേൽ പ്രോഫറ്റ് ഓഫ് ദ സ്പിരിറ്റ് എന്ന് അറിയപ്പെടുന്നത്. അദ്ദേഹം ദൈവ തേജസ്സിൻ്റെ ദർശകനായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവ തേജസ് ദർശിച്ച നാട് കടത്തപ്പെട്ട 3 പ്രവാചകന്മാരുണ്ട്. സ്വദേശത്ത് നിന്ന് നാട് കടത്തപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ വലിയ ദർശനം ലഭിച്ച 3 പ്രവാചകന്മാരെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നുണ്ട്. അതിൽ ഒന്ന് യെഹെസ്കേലാണ്, മറ്റൊന്ന് ദാനിയേലാണ്, മൂന്നാമത്തേത് പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്ന യോഹന്നാൻ അപ്പോസ്തലൻ. അദ്ദേഹത്തിന് വെളിപ്പാട് കിട്ടിയത് അറിയാമല്ലോ. അപ്പോൾ പത്രോസിൻ്റെ കാഴ്ചപ്പാടിൽ ഇതേക്കുറിച്ച് നമുക്കൊരു വാക്യം വായിക്കാനുണ്ട്. പത്രോസ് എഴുതിയ 1-ാം ലേഖനം, 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾ പിൻവരുന്ന മഹിമയെ മുൻകൂട്ടി സാക്ഷീകരിച്ചു എന്ന് നാം കാണുന്നു. നിങ്ങൾക്ക് വരുവാനിരുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഓക്കെ, ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുമ്പിൽ കൂട്ടി സാക്ഷീകരിച്ചപ്പോൾ, പിൻവരുന്ന മഹിമ അത് കണ്ട ആളുകളാണ് യെഹെസ്കേലും ദാനിയേലും യോഹന്നാൻ അപ്പോസ്തലനും. അവരുടെ പുസ്തകങ്ങൾ വായിച്ചാൽ ദൈവ തേജസ്സിൻ്റെ ദർശനം നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് ഈ 3 പുസ്തകങ്ങളിലും കാണാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് യെഹെസ്കേലും യോഹന്നാൻ്റെ വെളിപ്പാടും തമ്മിലൊരു ചെറിയ താരതമ്യം പെട്ടെന്ന് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, 1-ാം അധ്യായത്തിൽ യെഹെസ്കേൽ 1-ാം അധ്യായത്തിൽ 5-10 വാക്യങ്ങളിൽ 4 ജീവികളുടെ ഒരു സാദൃശ്യം കെരൂബുകളെ കാണുമ്പോൾ അദ്ദേഹം കാണുന്നുണ്ട്. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിൽ യോഹന്നാൻ അപ്പോസ്തലനും എന്ത് കാണുന്നുണ്ട്? 4 ജീവികൾ, സിംഹം, കാള, മനുഷ്യൻ, കഴുക്, ഈ 4 മുഖങ്ങളുള്ള ജീവികളെ യെഹെസ്കേലും കണ്ടു, യോഹന്നാനും കണ്ടു. അതുപോലെ യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 21 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗോഗിനെയും മാഗോഗിനെയും കുറിച്ച് നമുക്ക് കാണാം. വെളിപ്പാട് 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിലും എന്തുണ്ട്? ഗോഗും മാഗോഗുമുണ്ട്.
യഹെസ്കേൽ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അവിടെ നാം കാണുന്നത് ഒരു ചുരുൾ തിന്നുന്നതാണ്. ഒരു ചുരുൾ തിന്നാൻ കൊടുത്തു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ഈ ചുരുൾ തിന്നിട്ട്. ഇതേ കാര്യം യോഹന്നാനും ചെയ്യുന്നുണ്ട്. വെളിപ്പാട് 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ ഒരു ചെറു പുസ്തകം കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇത് വാങ്ങി തിന്നുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചുരുൾ തിന്നതുപോലെ തന്നെ ദൈവത്തിൻ്റെ തേജസ് ദർശിച്ച യോഹന്നാൻ അപ്പോസ്തലൻ ഒരു ചെറിയ പുസ്തകം, അത് ചുരുളാണ്, ഒരു സ്ക്രോളാണെന്ന് വെളിപ്പാട് പഠിപ്പിച്ചപ്പോൾ നമ്മൾ പഠിച്ചത് ഓർക്കുക. 10-9 വെളിപ്പാട്. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക. ഇത് വാങ്ങി തിന്നുക, ചുരുൾ തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും. അപ്പം ഈ ചുരുൾ തിന്നുക അല്ലെങ്കിൽ പുസ്തകം തിന്നുക, രണ്ടുപേരും അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ യഹെസ്കേൽ 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ പുതിയ യെരൂശലേം, അവിടെയുള്ള ദൈവാലയം, ഇതിൻ്റെ ഒരു ദർശനമാണ് നാം കാണുന്നത്. ഒരു നഗരത്തിൻ്റെ രൂപം, ഒരു ആലയം, മതില്, ഗോപുരം, ഉമ്മരപ്പടി, ഇങ്ങനത്തെ വിശദാംശങ്ങളെല്ലാം ഉണ്ട്. വെളിപ്പാട് 21-ാം അധ്യായത്തിൽ നമ്മൾ എന്താ കാണുന്നത്? പുതിയ യെരൂശലേം പട്ടണം, വിശുദ്ധ നഗരം, സ്വർഗീയമായത്, വിശുദ്ധമായത്, തേജസ്സുള്ളത് ഇറങ്ങി വരുന്നത് കാണുന്നുണ്ട്. യഹെസ്കേൽ 47-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 12 വാക്യങ്ങളിൽ ജീവജല നദി നമ്മൾ കാണുന്നുണ്ട്, അല്ലേ? ആ ജീവജല നദിയിലെ വെള്ളമാണ് ആദ്യം നരിയാണിയോളം, പിന്നെ മുട്ടോളം, അരയോളം കടക്കാൻ വഹിയാത്ത ഒരു പ്രവാഹമായിട്ട് മാറുന്നത്. അത് തന്നെ നമുക്ക് വെളിപ്പാട് 22-ാം അധ്യായത്തിനകത്ത് പളുങ്കുപോലെ ശുഭ്രമായ ഒരു ജീവജല നദി കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും തമ്മിൽ, ഈ ദൈവമഹത്വം ദർശിച്ച 2 പുസ്തകങ്ങളും തമ്മിൽ ഒരുപാട് താരതമ്യങ്ങളുണ്ട്. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. യഹെസ്കേൽ 2:2 നമ്മൾ നേരത്തെ വായിച്ചിരുന്നു, ആത്മാവ് എന്നിൽ വന്നു എന്ന് നാം കണ്ടതൊന്നുകൂടെ. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന്. ഇതേ കാര്യം യോഹന്നാന് സംഭവിക്കുന്നുണ്ട്, അല്ലേ? വെളിപ്പാട് 1:10 ആത്മാവിലായി അല്ലെങ്കിൽ ആത്മവിവശനായി എന്ന് അദ്ദേഹം 1:10 4:2 പറയുന്നുണ്ട്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മവിവശനായി. 4-ാം അധ്യായത്തിന്റെ ഉടനെ ഞാൻ ആത്മവിവശനായി. അപ്പൊ ആത്മാവിലായി, രണ്ടുപേരും ആത്മാവിലാണ് ഈ കാര്യങ്ങൾ കണ്ടത്. ഇങ്ങനെയുള്ള താരതമ്യം ഈ 3 പ്രവാചകന്മാർക്കും ഉണ്ട്. ആരൊക്കെയാണ്? യഹെസ്കേൽ, ദാനിയേൽ, യോഹന്നാൻ അപ്പോസ്തലൻ. അവരെല്ലാം ദൈവത്തിന്റെ തേജസ് ഒരു പ്രവാസദേശത്ത് ദർശിച്ചവരാണ്. അവർ പ്രവാസത്തിലാണെങ്കിലും ഈ ദൈവദേശത്തിൻ്റെ വലിയ ദർശനമാണ് അവരെ മുമ്പോട്ട് നയിച്ചത്. നമുക്ക് ഈ പുസ്തകത്തിലേക്ക് വരാം. പുസ്തകത്തിനാകെ 48 അധ്യായങ്ങളാണ് ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഈ പുസ്തകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. 70 പ്രാവശ്യം ഈ പുസ്തകത്തിൽ 48 അധ്യായങ്ങളിൽ 70 പ്രാവശ്യമാണ് ഈ ഒരു വാചകം ആവർത്തിക്കുന്നത്. നമുക്ക് 1-2 സാമ്പിളിന് വായിക്കാം. 6-ാം അധ്യായത്തിലാണത് പ്രധാനമായിട്ട് ആരംഭിക്കുന്നത്. 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്നുണ്ടോ എന്ന് നോക്കിയാട്ടെ. നിഹിതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ആണോ? ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം നോക്കാം. 10-ാം വാക്യത്തിലും ഇതുണ്ട്, ഞാൻ യഹോവ എന്ന് അവർ അറിയും. 13-ാം വാക്യം, 14-ാം വാക്യം ഒക്കെ ഇത് പറയുന്നുണ്ട്. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും, ഞാൻ യഹോവ എന്ന് അവർ അറിയും. കണ്ടോ? എങ്ങനെ അങ്ങോട്ട് വായിച്ചു പോയാൽ 7-ാം അധ്യായത്തിൽ, 11-ാം അധ്യായത്തിൽ, 12-ാം അധ്യായത്തിലൊക്കെ ഈ പുസ്തകം തീരുന്നത് വരെ 70 പ്രാവശ്യമാണ് ഈ കാര്യം ആവർത്തിക്കുക. ദേ ഷാൽ നോ ദാറ്റ് ഐ ആം ദ ലോർഡ്, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അതുപോലെ തന്നെ യഹോവയുടെ മഹത്വം, ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് എന്നുള്ളതും ഒരുപാട് പ്രാവശ്യം ആവർത്തിക്കുന്ന, മോർ ദാൻ 14 ടൈംസ് ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. 11-ാം അധ്യായത്തിൽ പല പ്രാവശ്യം അത് പറയുന്നുണ്ട്. വേറെ അധ്യായങ്ങളിലുണ്ട്. നമുക്ക് 1-ാം അധ്യായത്തിൽ തന്നെ തുടങ്ങാം. 1-2 വാക്യങ്ങൾ. 1:28, 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. അതിനു ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത. 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. 10-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. യഹോവയുടെ മഹത്വം. 10:18. പിന്നെ യഹോവയുടെ മഹത്വം ആലയത്തിന്റെ ഉമ്മരപ്പടി വിട്ടു പുറപ്പെട്ടു. യഹോവയുടെ മഹത്വം ഓർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ഇതും ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ആശയമാണ്. നമുക്ക് എഴുത്തുകാരനായ അല്ലെങ്കിൽ പ്രവാചകനായ യഹെസ്കേലിനെ പരിചയപ്പെടാനായിട്ട് ശ്രമിക്കാം. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ എന്താണ് നാം വായിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാട്ടെ. 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ, കൽദേ ദേശത്ത് കെബാർ നദീതീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യഹെസ്കേൽ പുരോഹിതന്. പുരോഹിതൻ കണ്ടോ? യഹെസ്കേൽ ഒറിജിനലി ആരായിരുന്നു? പുരോഹിതനായിരുന്നു. എന്നാൽ അദ്ദേഹം
പ്രവാചകനായിട്ട് മാറുക ചെയ്തത്. പുരോഹിതനാണെങ്കിൽ എളുപ്പമാണ്, കാരണം ഒരു കോൺസ്റ്റൻ്റായിട്ട് ഒരു ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ഒരു ദൗത്യം കാണും അല്ലേ. യാഗം കഴിക്കുക, അല്ലെങ്കിൽ കരിന്തിരി വെട്ടുക, സുഗന്ധവർഗ്ഗം ഉണ്ടാക്കുക, സ്ഥിരം ഒരു ജോലിയാണ്. എന്നാൽ പ്രവാചകൻ എന്ന് പറയുന്നത് എന്താ ചെയ്യേണ്ടത്, എന്താ പ്രവചിക്കേണ്ടതെന്ന് ഒരിക്കലും പറയാനൊക്കുകയല്ല. അൺപ്രഡിക്റ്റബിളാണ്. ദൈവം പറയുന്നത് അതാത് സമയങ്ങളിൽ പ്രസ്താവിക്കണം. അപ്പം പ്രവാചകനാണ് അദ്ദേഹം. പുരോഹിതനായിട്ടാണ് തുടങ്ങിയതെങ്കിലും പ്രവാചകനാകുക. 1:1 വായിക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി. അപ്പം ശുശ്രൂഷ തുടങ്ങിയത് ഏതാണ്ട് 30-ാം വയസ്സിലാണ് എന്നാണ് അതിൻ്റെ സൂചന. 30-ാം ആണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ 5-ാം ആണ്ടിൽ എന്ന് ഒരു പ്രയോഗമുണ്ട്. 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം 5-ാം തീയതി തന്നെ. അപ്പം 30-ാമത്തെ വയസ്സിൽ ശുശ്രൂഷ തുടങ്ങുമ്പോൾ 5-ാം ആണ്ടിൽ നമ്മുടെ പറഞ്ഞിരിക്കുന്നത് പ്രവാസത്തിലായിട്ട് 5 വർഷമായി എന്നാണ്. മനസ്സിലായോ? അദ്ദേഹം പ്രവാസത്തിൽ പോയിട്ട് 5 വർഷം. അപ്പം ശുശ്രൂഷ 25-ാം വയസ്സിൽ തുടങ്ങി. 25-ാം വയസ്സിൽ തുടങ്ങി 5 കൊല്ലം പ്രവാസത്തിൽ ഇരുന്ന് ശുശ്രൂഷിച്ച് കഴിയുമ്പോഴാണ് 30-ാം ആണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഞാൻ വീട്ടിലിരിക്കുകയും എന്നൊരു ചെറിയ പ്രയോഗമുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 6-ാം ആണ്ട് 6-ാം മാസം 5-ാം തീയതി ഞാൻ വീട്ടിലിരിക്കുകയും. അതായത് ഞാൻ വീട്ടിലിരിക്കുക എന്നവിടെ ഒരു പ്രയോഗം ഉണ്ടെന്ന് പറഞ്ഞത്, പ്രവാസത്തിൽ അദ്ദേഹത്തിന് ഒരു വീടുണ്ടായിരുന്നു. സാധാരണ പ്രവാസത്തിൽ എല്ലാവർക്കും വീടൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇപ്പോഴത്തെ അഭയാർത്ഥികളുടെ കാര്യം പറയുന്നത് പോലെ പിടിച്ചുകൊണ്ട് പോയേക്കല്ലേ. അപ്പോൾ അവിടെ ഒരു വീട് ഉണ്ടാകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പോൾ പ്രവാസത്തിൽ ഒരു വീട്ടിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അദ്ദേഹത്തിനൊരു വീട് ഉണ്ടായിരുന്നു. 24-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അദ്ദേഹം വിവാഹിതനായിരുന്നു, എന്നാൽ ഭാര്യ മരിച്ചു പോയതായിട്ടാണ് നാം കാണുന്നത്. 24:18. അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു. വൈകുന്നേരത്ത് എൻ്റെ ഭാര്യ മരിച്ചു. എൻ്റെ ഭാര്യ മരിച്ചു. കണ്ടോ, ഭാര്യ ഉണ്ടായിരുന്നു, പക്ഷെ ഭാര്യ മരിച്ചു. 6 വർഷം യെരുശലേമിൻ്റെ പതനം അദ്ദേഹം പ്രവചിച്ചു. പ്രവചനത്തിൻ്റെ പകുതി ഭാഗം, ഏതാണ്ട് 24 അധ്യായം യെരുശലേമിൻ്റെ പതനത്തെക്കുറിച്ചുള്ള പ്രവചനം ആണ്. യെരുശലേമിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ജനം യഹോവയെങ്കിലേക്ക് മടങ്ങി വരണം. മനസ്സിലായോ? ഇവരുടെ ആഗ്രഹം യെരുശലേമിലേക്ക് മടങ്ങണം, യെരുശലേം ദേവാലയത്തിൽ പോകണമെന്നുള്ളതാണ്. പക്ഷേ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം, നിങ്ങൾ യെരുശലേമിലേക്ക് മടങ്ങുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം യഹോവയായ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. അങ്ങനെയാണ് ആ പ്രവചനം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, വ്യക്തിപരമായിട്ട് നമുക്ക് പാപത്തിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിങ്കിലേക്ക് മടങ്ങി ചെല്ലാനും ഓരോരുത്തർക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു കൂട്ടമായിട്ട് യെരുശലേമിൽ ചെല്ലുന്നതിന് മുമ്പ് വ്യക്തികളായിട്ട് അവർ ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങി ചെല്ലണം. അതാണ് പ്രവചനത്തിൻ്റെ മെയിൻ തോട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ക്രക്സ് ഓഫ് ദ മാറ്റർ എന്ന് പറയുന്നത്. ഈ 48 അധ്യായമുള്ള പുസ്തകത്തെ എങ്ങനെയാണ് വിഭജിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, 1 മുതൽ 3 വരെ, 4 മുതൽ 24 വരെ, 25 മുതൽ 32 വരെ, 33 മുതൽ 39 വരെ, 40 മുതൽ 48 വരെ. എന്താണ് ഈ ഓരോ ഭാഗത്തും പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. ആദ്യത്തെ 3 അധ്യായങ്ങളിൽ പ്രവാചകൻ്റെ വിളിയും നിയോഗവുമാണ് നമ്മൾ കാണുന്നത്. കോൾ ആൻഡ് കമ്മീഷൻ ഓഫ് എസക്കിയേൽ. 4 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ യെരുശലേമിൻ്റെ ന്യായവിധി, ഞങ്ങൾ അല്പം മുമ്പ് പറഞ്ഞിരുന്നു, യെരുശലേമിൻ്റെ പതനവും ദൈവത്തിൻ്റെ ന്യായവിധി യെരുശലേമിൽ വരുന്നതുമാണ് 24 അധ്യായങ്ങൾ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടാവുമല്ലോ. അതുകൊണ്ട് 4 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിലാണ് യെരുശലേമിൻ്റെ ന്യായവിധി എഴുതിയിരിക്കുന്നത്. 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ ന്യായവിധി പ്രവചിച്ചിരിക്കുന്നു. 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ എന്തുകൊണ്ട് ദൈവം ന്യായം വിധിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. 12 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ ഈ ന്യായവിധി ചില പ്രതീകങ്ങൾ വഴി സന്ദേശങ്ങളായിട്ട് ജനത്തിന് നൽകുന്നതും കാണാം. അതൊക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിക്കണം. അത് നമ്മുടെ സർവേ ക്ലാസ്സിൽ കുറച്ചൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളുടെ വിശദാംശങ്ങൾ കിട്ടുവാൻ ഡിസ്ക്രിപ്ഷൻ പേജിലുള്ള ലിങ്ക് ഉപയോഗിച്ച് കൂടുതൽ വിശദാംശങ്ങൾ തേടുക. 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദയുടെ ശത്രുക്കളുടെ മേൽ വരുന്ന ന്യായവിധിയെക്കുറിച്ചാണ് പ്രവചിച്ചിരിക്കുന്നത്. 33 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണം, റിസറക്ഷൻ ഓഫ് ഇസ്രായേൽ ആണ് വിഷയം. 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവരാജ്യ സ്ഥാപനത്തിൽ ഇസ്രായേൽ സ്വദേശത്ത് മടങ്ങി വന്ന് തേജസ്കരിക്കപ്പെട്ട ഒരവസ്ഥയിൽ അവരെ ആലയവും അതുപോലെ തന്നെ ജീവജല നദിയും ഒക്കെ അനുഭവിക്കുന്നതിൻ്റെ ദർശനം ഉണ്ട്. കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, ആദ്യത്തെ 3 അധ്യായങ്ങളിൽ കോൾ ആൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 4 മുഖങ്ങളുള്ള കെരൂബുകളുടെ ദർശനമാണ്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 4 ദൗത്യമുഖങ്ങളും കൂടിയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഓർക്കുക. മുഖങ്ങൾ ഏതൊക്കെയാണ്? സിംഹം,
കാള, മനുഷ്യൻ, കഴുക്. അത് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ 4 സുവിശേഷങ്ങളിൽ യേശുക്രിസ്തുവിനെയാണ് അങ്ങനെയാണല്ലോ ചിത്രീകരിച്ചിരിക്കുന്നത്. മത്തായി യേശുവിനെ രാജാവായിട്ട് ചിത്രീകരിക്കുമ്പോൾ സിംഹമുഖം, മർക്കോസ് യേശുവിനെ ദാസനായി ചിത്രീകരിക്കുമ്പോൾ കാളമുഖം, ലൂക്കോസ് യേശുവിനെ മനുഷ്യപുത്രനായി ചിത്രീകരിക്കുമ്പോൾ മനുഷ്യമുഖം, യോഹന്നാൻ യേശുവിനെ ദൈവപുത്രനായി ചിത്രീകരിക്കുമ്പോൾ കഴുകിൻ്റെ മുഖം. ഈ ദർശനം വളരെ അർത്ഥവത്തായിട്ടുള്ളൊരു ദർശനമാണ്. 4 മുതൽ 24 വരെയുള്ള അധ്യായങ്ങളിൽ യെരുശലേമിൻ്റെ ന്യായവിധിയുടെ കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതറിയാതെ പോകരുത്. 8-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ അവരുടെ മ്ലേച്ഛതകൾ നിമിത്തമാണ് ദൈവത്തിന് ന്യായം വിധിക്കേണ്ടതായിട്ട് വന്നത്. 8:6 അവൻ എന്നോട് മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ. ദൈവം ആലയത്തിൽ അല്ലെങ്കിൽ ദൈവ തേജസ് വിട്ടു പോകേണ്ടതിന്, അത് ദൈവത്തിൻ്റെ തേജസ് വിട്ടു പോകുന്നതും ഉമ്മരപ്പടിമേൽ വരുന്നതും ഒക്കെ ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. അതുകൊണ്ട് ദൈവ തേജസ് വിട്ടു പോകാനായിട്ട് ഇവരെന്ത് ചെയ്തു? മ്ലേച്ഛതകൾ പ്രവർത്തിച്ചു. ആ ലൈനൊന്ന് വായിച്ചേര്, ഒന്നുകൂടെ വായിച്ചേര്. അവൻ എന്നോട് മനുഷ്യപുത്ര, അവർ ചെയ്യുന്നത് ഞാൻ എൻ്റെ വിശുദ്ധ മന്ദിരം വിട്ടു പോകേണ്ടതിന് ഇസ്രായേൽ ഗൃഹം ഇവിടെ ചെയ്യുന്ന മഹാമ്ലേച്ഛതകൾ തന്നെ നീ കാണുന്നുവോ? ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണും. ഇതിലും വലിയ മ്ലേച്ഛതകളെ നീ കാണും. എന്തൊക്കെയാണ് ആ മ്ലേച്ഛതകൾ എന്നുള്ളത് താഴേക്കുണ്ട്. നമുക്ക് 1-2 എണ്ണം പെട്ടെന്ന് നോക്കാം. യഹൂദയുടെ മൂപ്പന്മാര് വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. അവരങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ അതാണ് വിവരിച്ചിരിക്കുന്നത്. 11 മാത്രം വായിക്കാം. അവയുടെ മുമ്പിൽ ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാരിൽ 70 പേരും ശാഫാന്റെ മകനായ യയസന്യാവ് അവരുടെ നടുവിലും ഓരോരുത്തൻ കയ്യിൽ ധൂപകലശം പിടിച്ചുകൊണ്ട് നിന്നു. അപ്പം വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടുന്നു. 12-ാം വാക്യത്തിൽ വിഗ്രഹാരാധന നടക്കുന്നത് വിവരിച്ചിട്ടുണ്ട്. അവൻ എന്നോട് മനുഷ്യപുത്ര, ഇസ്രായേൽ ഗൃഹത്തിന്റെ മൂപ്പന്മാർ ഇരുട്ടത്ത് ഓരോരുത്തൻ താന്താന്റെ ബിംബങ്ങളുടെ അറയിൽ ചെയ്യുന്നത് നീ കാണുന്നുവോ? അപ്പൊ വിഗ്രഹാരാധന ഉണ്ടോ വ്യക്തിപരമായിട്ട്? 16-ാം വാക്യത്തിൽ സൂര്യ നമസ്കാരം നടത്തുന്നുണ്ട്. അവൻ എന്നോട് യഹോവയുടെ ആലയത്തിൽ അകത്തെ പ്രാകാരത്തിൽ കൊണ്ടുപോയി യഹോവയുടെ മന്ദിരത്തിന്റെ വാതിൽക്കൽ മണ്ഡപത്തിനും യാഗപീഠത്തിനും നടുവെ ഏകദേശം 25 പുരുഷന്മാർ തങ്ങളുടെ മുതുക് യഹോവയുടെ മന്ദിരത്തിന്റെ നേരെയും മുഖം കിഴക്കോട്ട് തിരിച്ചുകൊണ്ട് നിന്നിരുന്നു. അവർ കിഴക്കോട്ട് നോക്കി സൂര്യനെ നമസ്കരിക്കുകയായിരുന്നു. മ്ലേച്ഛതകളുടെ വിശദാംശങ്ങളുണ്ട്. വിഗ്രഹാരാധന, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടുന്നു, സൂര്യ നമസ്കാരം നടത്തുന്നു. 18-ാം വാക്യത്തിൽ ദൈവം ഇതിനായിട്ട് ഞാൻ ക്രോധത്തോടെ പ്രവർത്തിക്കും. ഈ തരത്തിൽ നിങ്ങൾ ദൈവത്തെ കോപിപ്പിക്കുകയും വിഗ്രഹാരാധനയും അനാത്മീയ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ദൈവം എന്ത് പ്രവർത്തിക്കും? 18-ാം വാക്യം കൂടെ വായിക്കാം നമുക്ക്. ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. ആകയാൽ ഞാനും ക്രോധത്തോടെ പ്രവർത്തിക്കും. എന്റെ കണ്ണ് ആദരിക്കുകയില്ല. എന്റെ കണ്ണ് നിങ്ങളെ ആദരിക്കുകയില്ല. ഞാൻ കരുണ കാണിക്കുകയുമില്ല. നിങ്ങളോട് ഞാൻ കരുണ കാണിക്കുകയുമില്ല. അവർ അത്യുച്ചത്തിൽ എന്നോട് നിലവിളിച്ചാലും ഞാൻ അപേക്ഷ കേൾക്കുകയില്ല എന്നരുളി ചെയ്തു. അപ്പം അതുകൊണ്ടാണ് ദൈവം ന്യായം വിധിച്ചത്. ക്ലിയറായി ഞാൻ വിചാരിക്കുകയാണ്. ഇതുപോലത്തെ പാപങ്ങൾ അതിന്റെ വിശദാംശങ്ങൾ വായിക്കണം. 24-ാം അധ്യായം വരെ വായിക്കുമ്പോൾ അത് മുഴുവൻ കിട്ടും. 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളിൽ യഹൂദയുടെ ശത്രുക്കളുടെ മേൽ വരുന്ന ന്യായവിധിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആരൊക്കെയാണ് ഈ ശത്രുക്കൾ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 25-1 വായിച്ചാൽ അമ്മോന്യരെ നമുക്കവിടെ കാണാം. 25-1 എല്ലാ 25-ാം അധ്യായത്തിലും 26-ാം അധ്യായത്തിലായിട്ട് നമുക്ക് കാണാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ അമ്മോന്യരുടെ നേരെ മുഖം തിരിച്ച് അവരെ കുറിച്ചാണ് ഒരു ശത്രുദേശം. 11-ാം വാക്യത്തില് മോവാബ്യരെ കാണാം നമുക്ക്. മോവാബിൽ ന്യായവിധി നടത്തും. അപ്പൊ അമ്മോന്യർ, മോവാബ്യർ. 12-ാം വാക്യത്തിൽ ഏദോമിനെ കാണാമല്ലോ. ഏദോം യഹൂദ ഗൃഹത്തോട് പ്രതികാരം ചെയ്ത് പകരം വീട്ടി ഏറ്റവും കുറ്റം ചെയ്തിരിക്കുന്നു. 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഫെലിസ്ത്യരെ കാണാം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഫെലിസ്ത്യർ പ്രതികാരം ചെയ്തു. ആ ശത്രു രാജ്യങ്ങളെ കണ്ടേ, അമ്മോന്യർ, മോവാബ്യർ, ഏദോം, ഫെലിസ്ത്യർ. 26-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ വരുമ്പോൾ സോരിനെയും 28-ാം അധ്യായത്തിൽ സീദോനെയും കാണാം. സോർ ടയർ. ഇനി 28-21 സീദോനെ കുറിച്ച് പറയുന്നുണ്ട്. സോരും സീദോനും. 28-21 മനുഷ്യപുത്ര, നീ സീദോന് നേരെ മുഖം തിരിച്ചു. ഇതെല്ലാം ശത്രു രാജ്യങ്ങളാണ്. 29-2 മിസ്രയീമും ഫറവോനും ഉണ്ട്. മിസ്രയീം രാജാവായ ഫറവോൻ. അപ്പോൾ കണ്ടോ, അപ്പോൾ ഇത്രയും ശത്രു രാജ്യങ്ങളുടെ മേൽ ദൈവം അയക്കുന്ന ന്യായവിധിയെക്കുറിച്ചാണ് 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങളിൽ. 33 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളിൽ ഇസ്രായേലിൻ്റെ പുനരുദ്ധാരണത്തെക്കുറിച്ചാണ് പറയുന്നത്. പുനരുദ്ധാരണം നടക്കുമ്പോൾ ഒരു നല്ല ഇടയൻ വരേണ്ടതായിട്ടുണ്ട്. 34-ാം അധ്യായം എടുത്താട്ട് അവിടെ
നല്ല ഇടയന്മാരെക്കുറിച്ചും കപട ഇടയന്മാരെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ദൈവം ഒരു നല്ല ഇടയനെ എഴുന്നേൽപ്പിക്കും, അത് താൻ തന്നെ ആയിരിക്കും എന്ന് 11-ാം വാക്യത്തിലുണ്ട്. 34:11. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കും. കണ്ടോ, ഞാൻ തന്നെ എൻ്റെ ആടുകളെ തിരഞ്ഞു നോക്കുമ്പോൾ ഞാൻ നല്ല ഇടയനായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വന്ന് കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിച്ച് മടക്കി കൊണ്ടുവരും. അങ്ങനെ പുനരുദ്ധാരണം നടക്കും എന്നാണ് അവിടെ പറയുന്നത്. 37-ാം അധ്യായം വളരെ ഫേമസ് ആണ്. അസ്ഥി നിറഞ്ഞ ഒരു താഴ്വര. ആ അധ്യായം എടുത്തിട്ട് നമ്മൾ ഒരുപാട് ആത്മീയ പ്രഭാഷണങ്ങൾ നടത്താറുണ്ട്. എന്നാൽ 37:11 ഈ അസ്ഥികൾ ഇസ്രായേൽ ഗ്രഹമൊക്കെയുമാകുന്നു എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ഇസ്രായേൽ ഗൃഹമൊക്കെയുമാകുന്നു. അപ്പൊ ഈ അസ്ഥികൾ പോലെ തകർന്നു കിടക്കുന്ന ഇസ്രായേൽ ഗ്രഹത്തെ കർത്താവ് പണിയും. എങ്ങനെ? 14-ാം വാക്യത്തിലുണ്ട്, ജീവിക്കേണ്ടതിന് ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളിലാക്കും. കണ്ടോ, അപ്പം ഇസ്രായേൽ ഗ്രഹത്തെ ജീവിപ്പിക്കുന്നതിനായിട്ട് ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച്, നമ്മളിത് മുഴുവൻ ആത്മീയവൽക്കരിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, പ്രവചനം പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിലെ കാര്യവും വരാനിരിക്കുന്ന കാര്യവും നിത്യസത്യങ്ങളും എല്ലാം ഗ്രഹിക്കണം. അതുകൊണ്ട് ജീവിക്കേണ്ടതിന് ഈ അസ്ഥികളുടെ മേൽ ദൈവം തൻ്റെ ആത്മാവിനെ അയച്ച് ഇസ്രായേലിനെ പുനരുദ്ധരിച്ച് അവരെ തേജസ്സിലേക്ക് മടക്കി കൊണ്ടുവരും. 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ ദൈവരാജ്യ സ്ഥാപനം ആണ് വിഷയം. അവിടെ ജീവജല നദിയെ നമുക്ക് കാണാം. അവസാനം ഈ പുസ്തകം തീരുമ്പോൾ 48:35 എന്താ വായിക്കുന്നത്? യഹോവ ശമ്മ, യഹോവ അവിടെ എന്നൊരു പ്രയോഗമുണ്ട്. അപ്പം ദൈവം അവരുടെ കൂടെ വസിക്കുന്ന ഒരവസ്ഥയിൽ ഇവർ എത്തിച്ചേരും. ആ തരത്തിലുള്ളൊരു പുനഃസ്ഥാപനം എഹെസ്കേൽ കാണുക ചെയ്യുന്നത്. 48:35 അതിൻ്റെ ചുറ്റളവ് 18,000 മുഴം. അന്ന് മുതൽ നഗരത്തിന് യഹോവ ശമ്മ, യഹോവ അവിടെ. കണ്ടോ, ആ നഗരത്തിന്റെ, പുതിയ യെരുശലേം നഗരത്തിന്റെ അളവൊക്കെ പറഞ്ഞിട്ട് പറയാണ് യഹോവ അവിടെ. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും എന്ന് വെളിപ്പാടിൽ വായിക്കുന്ന അതേ അവസ്ഥയിലേക്കാണ് ഈ പുസ്തകം നമ്മളെ എത്തിക്കുന്നത്. ഈ പുസ്തകത്തിൽ നിന്ന് ഈ ചുരുക്കത്തിലാണ് നമ്മൾ അപഗ്രഥിച്ചു പോകുന്നതെങ്കിലും 2 സുപ്രധാന കാര്യങ്ങളും കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. ഏകദേശം എല്ലാ അധ്യായങ്ങളിലെയും കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തീർന്നു. എങ്കിലും പ്രത്യേകം ആളുകൾ എടുത്ത് പ്രസംഗിക്കുന്നതും ശ്രദ്ധിക്കുന്നതുമായ 2 അധ്യായങ്ങൾ. ഒന്ന് 47-ാം അധ്യായമാണ്. അവിടെ നമ്മൾ ജീവജല നദിയാണ് കാണുന്നത്. ആ ജീവജല നദിയെക്കുറിച്ച് ഒരുപാട് പാട്ടുകളുണ്ട്, ചിന്തകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്. എന്താണ്? മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ. വാസ്തവത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. 47:1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ. ആ വെള്ളം ആലയത്തിന്റെ വലതുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കു വശമായി ഒഴുകി. അപ്പോൾ യാഗപീഠത്തിൻ്റെ കീഴെ നിന്ന് ആലയത്തിൽ നിന്നൊരു നദി, ജീവജല നദി ഒഴുകി വരുന്നു. അവിടുത്തെ ഒഴുകി വരുന്ന വെള്ളം പരിശുദ്ധാത്മാവായിട്ടാണല്ലോ ചിത്രീകരിച്ചിരിക്കുന്നത്. അതിലെ 3-ാം വാക്യത്തിൽ പറയുകയാണ്, വെള്ളം നരിയാണിയോളമായി. എന്നൊരു പ്രയോഗം ഉണ്ടോ എന്ന് നോക്കിയേ. 47:3 എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി, വെള്ളം നരിയാണിയോളമായി. നരിയാണി എന്ന് പറഞ്ഞാൽ ആംഗിൾസ് ആണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വാക്കിംഗ് ഇൻ സ്പിരിറ്റ്. ഞാൻ കാൽപാദങ്ങൾ ഉപയോഗിച്ചിട്ടാണല്ലോ നടക്കുന്നത്. അപ്പം ഞാൻ നടക്കുന്നത് ആത്മാവിലായി. ഗലാത്യലേഖനം 5:16 പറഞ്ഞിട്ടുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. എന്നിട്ട് 4-ാം വാക്യത്തിൽ പറയുകയാണ്, വെള്ളം നരിയാണിയിൽ നിന്ന് എവിടം വരെയായി? മുട്ടോളമായി. ആദ്യം നരിയാണിയോളം, അല്ലെങ്കിൽ ആദ്യം ആത്മാവിൽ നടക്കുകയായിരുന്നു, ഇപ്പോൾ മുട്ടോളമായി എന്ന് 4-ാം വാക്യത്തിലുണ്ടോ നോക്കിയേ. വെള്ളം മുട്ടോളമായി. മുട്ടോളം എന്ന് പറഞ്ഞാൽ പ്രേയിങ് ഇൻ സ്പിരിറ്റ്, മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതിനെയാണ് അർത്ഥമാക്കുന്നത്. എഫേസ് ലേഖനം 6:18 അതാ ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും എന്ന് നാം കാണുന്നുണ്ടല്ലോ. അതുകൊണ്ട് വാക്കിംഗ് ഇൻ സ്പിരിറ്റ്, പ്രേയിങ് ഇൻ സ്പിരിറ്റ്, അതായത് ആത്മാവിൽ നടക്കുന്നു, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇത് അരയോളമായി എന്ന് 4-ാം വാക്യത്തിലുണ്ട്. മുട്ടോളം മാത്രമല്ല, അരയോളം ആയി. വെള്ളം അരയോളമായി. അതിൻ്റെ അർത്ഥം എന്താണ്? അരകെട്ടി ശുശ്രൂഷിക്കുന്നതിനെയാണ് അതവിടെ അർത്ഥമാക്കുന്നത്. മിനിസ്റ്ററിങ് ഇൻ സ്പിരിറ്റ്, സെർവിങ് ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ ശുശ്രൂഷിക്കുന്നതിനെക്കുറിച്ചാണ്. ഗലാത്യ ലേഖനം 5:25 ലൈഫ് ആൻഡ് സർവീസ് ഇൻ സ്പിരിറ്റ്, ജീവിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും എല്ലാം ആത്മാവിൽ ആയിരിക്കണം. അത് കഴിഞ്ഞിട്ട് 5-ാം വാക്യത്തിലാണ് കടപ്പാൻ വഹിയാത്ത ഒരു വലിയ നദിയായിട്ട് അത് മാറുന്നത്. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടക്കുവാൻ വയ്യാത്തൊരു നദിയായി തീർന്നു. അതെന്താ കാണിക്കുന്നത്? പൂർണ്ണമായിട്ടുള്ള ആത്മനിറവ്. എഫേസ് ലേഖനം 5:18 മുതൽ പറയുന്നത് പോലെ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്,
ആത്മാവ് നിറഞ്ഞവരായിക്കൊണ്ടിരിപ്പീൻ. അതുകൊണ്ട് ആത്മാവിൽ നടക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ ശുശ്രൂഷിക്കണം, ആത്മാവിൽ തന്നെ ജീവിക്കണം, ആത്മാവിൻ്റെ ഒരു നിറവിലായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇദ്ദേഹം ആത്മാവിൻ്റെ വക്താവാണെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ കുറിച്ച് വളരെ ശക്തമായിട്ട് നമ്മോട് പറയുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇതൊരു വൈകാരികതയിലേക്ക് കൊണ്ടുവന്നിട്ട് മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത എന്ന് പറയുകയും പാടുകയും ചെയ്താൽ പോരാ. അർത്ഥം ഗ്രഹിക്കണം, ആത്മാവിൽ നടക്കണം, ആത്മാവിൽ പ്രാർത്ഥിക്കണം, ആത്മാവിൽ ശുശ്രൂഷിക്കണം. ജീവിതം മുഴുവനും പരിശുദ്ധാത്മാവിൻ്റെ, കാരണം ഈ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു ആത്മീയ ജീവിതമാണ്. ആത്മാവിൻ്റെ സഹായമില്ലാതെ അത് ജീവിക്കുവാൻ ഒക്കുകയില്ല. അങ്ങനെ ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 47-7 മുതൽ 12 ഇരുകരയിലും അനവധി വൃക്ഷങ്ങൾ, അത് നിറയെ ഫലങ്ങളുമാണ്. 7-ാം വാക്യം ഞാൻ മടങ്ങി ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു. അപ്പോൾ അവൻ എന്നോട് അരുളി ചെയ്തത്, ഈ വെള്ളം കിഴക്കേ ഗലീലയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി കടലിൽ വീഴുന്നു. ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും. എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. അങ്ങനെ താഴോട്ട് നിങ്ങൾ വായിച്ചാൽ ഫലം പുറപ്പെടുവിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. നദീതീരത്ത് ഇക്കരെയും അക്കരെയും തിന്നുവാൻ തക്ക ഫലമുള്ള സകല വൃക്ഷങ്ങളും വളരും. അവയുടെ ഇല വാടുകയില്ല, ഫലമില്ലാതെ പോകുകയുമില്ല. അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകി വരുന്നത് കൊണ്ട് അവ മാസം തോറും പുതിയ ഫലം കായ്ക്കും. അവയുടെ ഫലം തിന്നുവാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും. ഇത് വെളിപ്പാട് പുസ്തകത്തിലുള്ള കാര്യം അറിയാമല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ മുട്ടോളമല്ല അരയോളമല്ല എന്നൊക്കെ പറയുമ്പോൾ ആത്മാവിൻ്റെ ഒരു നിറവിനെ കുറിച്ച്, ആത്മാവിൻ്റെ കൃപാവരങ്ങളെ കുറിച്ചുള്ള ഒരു ആശയം മാത്രമാണ് നമ്മൾ നൽകുന്നത്. പക്ഷേ കൃപകൾ മാത്രം നിറഞ്ഞാൽ പോരാ, അല്ലെങ്കിൽ വരങ്ങൾ മാത്രം നിറഞ്ഞാൽ പോരാ, അതോടൊപ്പം എന്തും കൂടി വേണം, ഫലവും വേണം. ആത്മാവിൻ്റെ ഫലം ഗലാത്യലേഖനം 5:22 ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം, അല്ലേ, വിശ്വസ്തത, ദീർഘക്ഷമ, ഈ കാര്യങ്ങളെല്ലാം ഇന്ദ്രിയജയം വരെ പോകുന്ന 9 ഫലങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആത്മനിറവുള്ള ആളുകൾ ആരാധനയിൽ ആത്മനിറവിൻ്റെ വൈകാരിക പ്രകടനങ്ങൾ മാത്രമല്ല നടത്തേണ്ടത്, അവർക്ക് എന്തും കൂടെ വേണം, ഫലം കൂടെ. ഏത് വൃക്ഷത്തെയും എങ്ങനെ തിരിച്ചറിയുന്നത്? ഫലം കൊണ്ടാണ് തിരിച്ചറിയുന്നത്, വരം കൊണ്ടല്ല. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. അപ്പൊ ഈ ഫലങ്ങളും കൂടി ഉണ്ടാകണം. വരങ്ങൾ മാത്രം പോരാ, വരങ്ങളും ഫലങ്ങളും വേണം. പക്ഷേ ഇത് പലപ്പോഴും ആളുകൾ തമസ്കരിക്കും. ഫലങ്ങളെക്കുറിച്ച് അധികം പ്രഭാഷണങ്ങളില്ല, വരങ്ങളെക്കുറിച്ചാണ് കൂടുതലും നമ്മൾ കേൾക്കുന്നത്. അപ്പോൾ ഈ ഫലം ജീവൻ, പഥ്യമായത്, മാസം തോറും കായ്ക്കുന്നത്, തിന്നാൻ കൊള്ളാവുന്നത്, ചികിത്സയ്ക്ക് ഉപകരിക്കുന്നത്. കൊലോസ്യരോടും ഫിലിപ്പരോടും ഒക്കെ കർത്താവ് പൗലോസ് പരിശുദ്ധാത്മാവിൽ പറഞ്ഞ കാര്യം അതാണ്. നിങ്ങൾ സർവ്വലോകത്തിലും ഫലം കായ്ക്കണം, സൽപ്രവൃത്തികളാൽ ഫലം കായ്ക്കണം, നിങ്ങൾ നീതിഫലം നിറഞ്ഞവരാകണം. അതുകൊണ്ട് ഫലം നിറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 47-ാം അധ്യായം പ്രത്യേകം പഠിക്കുക. 28-ാം അധ്യായവും പ്രത്യേകം പഠിക്കേണ്ടതാണ്. അവിടെയാണ് ഈ ലൂസിഫർ അല്ലെങ്കിൽ അരുണോദയ പുത്രൻ വീണു പോകുന്നതിനെക്കുറിച്ച്, ഫോൾ ഓഫ് സൈറ്റൻ ആൻഡ് ദി അൺഫോളൻ കണ്ടീഷൻ ഓഫ് സൈറ്റൻ. പിശാച് വീണത് എങ്ങനെയാണെന്നും വീഴുന്നതിന് മുമ്പ് എന്തായിരുന്നു അവൻ്റെ അവസ്ഥയെന്നും 28-ാം അധ്യായം നമ്മോട് പറയുന്നുണ്ട്. അതിൽ ചില വാക്യങ്ങൾ മാത്രം നമുക്ക് നോക്കുകയാണെങ്കിൽ, പിശാച് ഭയങ്കര ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും ഒക്കെ ആയിരുന്നു. എന്നാൽ അവൻ അതിൽ അഹങ്കരിച്ചത് കൊണ്ടാണ് വീണുപോയത്. 12-ാം വാക്യം 28-12. മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യപൂർണനും തന്നെ. ജ്ഞാനസമ്പൂർണനും സൗന്ദര്യപൂർണനും. 13-ാം വാക്യത്തിൽ കാണുന്നത് അവൻ ഏദനിലായിരുന്നു. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. ഏദനിലായിരുന്നു. സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്യരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലരത്നം, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. അടുത്ത ലൈൻ, നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. അപ്പൊ നമ്മളിതെല്ലാം സർവേ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ, സൗന്ദര്യമുള്ളവനായിരുന്നു, ജ്ഞാനമുള്ളവനായിരുന്നു, ഏദനിലായിരുന്നു, സംഗീത വിദഗ്ധനായിരുന്നു. അവിടെ കൂടും തടവും സംഗീതത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നതെന്ന്
തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, കേൾക്കുക. 14-ാം വാക്യത്തിൽ നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അവിടെയാണ് പ്രശ്നം. കണ്ടോ, നിന്നിൽ നീതികേട് കണ്ടു. 16-ാം വാക്യത്തിൽ പറഞ്ഞു, നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്ന് എണ്ണി തള്ളിക്കളഞ്ഞു. കണ്ടോ, പാപം ചെയ്തു, നീതികേട് കണ്ടു, അപ്പോഴാണ് തള്ളിക്കളഞ്ഞത്. അതിൻ്റെ പ്രധാന കാരണം 17-ാം വാക്യത്തിലുണ്ട്. സൗന്ദര്യം നിമിത്തം ഹൃദയം ഗർവിച്ചു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. അപ്പൊ ആ കാര്യം കൊണ്ടാണ് അവനെ തള്ളിക്കളഞ്ഞത്. തള്ളിക്കളഞ്ഞ കാര്യം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായത്തിലാണുള്ളത്. ഈ 28-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളിലും ആ കാര്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ കുഴപ്പങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ അധ്യായങ്ങൾ ഉപയോഗിച്ച് 28-ാം അധ്യായവും അതുപോലെ തന്നെ യെശയ്യാവ് 14-ാം അധ്യായവും ഉപയോഗിച്ചാണല്ലോ നാം പിശാച് ആരായിരുന്നെന്നും എങ്ങനെയാണ് അവൻ അവസ്ഥയിൽ എത്തിയെന്നും ഒക്കെ കണ്ടെത്തുന്നത്. ഈ തന്ത്രപരമായ പിശാചിൻ്റെ പ്രവർത്തനങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളും, അതിനാണ് നമ്മൾ 47-ാം അധ്യായവും 28-ാം അധ്യായവും പരാമർശിച്ചത്. അത് കമ്പയർ ചെയ്യുകയും പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നതിനായിട്ട്, ആത്മീയ ദർശനങ്ങൾ പ്രാപിക്കുന്നതിനായിട്ട്, ദൈവത്തിൻ്റെ അസ്തിത്വത്തെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ദൈവ തേജസ്സിനെക്കുറിച്ചും ഒക്കെയുള്ള ദർശനം പ്രാപിച്ചിട്ട് യഹോവ അവിടെ, യഹോവ ശമ്മ, ആ ദൈവം നമ്മോട് കൂടെ പാർക്കുന്ന ഇമ്മാനുവേൽ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുവാൻ എഹെസ്കേൽ തൻ്റെ പ്രവചനം വഴി നമ്മളെ പ്രബോധിപ്പിക്കുന്നു. ദയവായിട്ട് എഹെസ്കേൽ പ്രവചനം പല ആവർത്തി വായിക്കുക, കൂടുതൽ ഗ്രഹിക്കുന്നതിനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ പേജിലുള്ള ലിങ്ക് ഉപയോഗിച്ച് സർവേ ക്ലാസ്സിൽ പഠിച്ച വിശദാംശങ്ങൾ പരിശോധിക്കുക. ദൈവം ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.